ഇവിടെ രണ്ട് സഹോദരന്മാർ പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. ഒരാൾ ഗുഡും മറ്റേയാൾ ഈവിലും. അവർ രണ്ടുപേരും ചേർന്ന് ഗുഡിനും ഈവിലിനും വേണ്ടി ഒരു സ്കൂൾ നിർമ്മിക്കുന്നു. യുദ്ധത്തിൽ അവസാനം ഗുഡ് വിജയിക്കുന്നു. മറ്റൊരിടത്ത് സോഫിയ എന്ന പെൺകുട്ടിയുണ്ടായിരുന്നു. സോഫിയയുടെ ആഗ്രഹം ഒരു പ്രിൻസസ് ആകണമെന്നായിരുന്നു. അവളുടെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ് ആഗത. അവളുടെ അമ്മ ആ നാട്ടിലെ വിച്ച് ആയിരുന്നു. അതുകൊണ്ട് അവൾ സ്വയമേ ഒരു ഈവിലായി കണക്കാക്കപ്പെട്ടു. അവളെ ആ നാട്ടിലെ എല്ലാവരും പരിഹസിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു ബുക്ക് ഷോപ്പിൽ പോയി. അവിടെയുള്ള സ്ത്രീ അവർക്ക് ഗുഡിന്റെയും ഈവിലിന്റെയും സ്കൂളുണ്ടെന്ന് അവരോട് പറഞ്ഞു. അവർക്കതൊട്ടും വിശ്വാസയോഗ്യമായില്ല. ആ സ്ത്രീ അവരോട് പണ്ട് 20 വർഷം മുൻപ് അവരുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ ഒരു ശക്തി വന്നു കൊണ്ടുപോയെന്ന് പറഞ്ഞു. ആഗത ഇത് വിശ്വസിച്ചില്ല. എന്നാൽ സോഫിയയ്ക്ക് അവിടെ പോകണമെന്ന ആഗ്രഹമുണ്ടായി. അവൾ അതിനായി ഒരു വൃക്ഷച്ചുവട്ടിൽ അവളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് കത്തെഴുതി വച്ചു. പിന്നീട് ആഗതയോട് താൻ ഇന്ന് രാത്രി പോകുമെന്നറിയിച്ചു. ആഗത ഇതിനെ എതിർത്തിർത്തു. അവളുടെ നിർബന്ധപ്രകാരം സോഫിയ സത്യം ചെയ്തു കൊടുത്തു. അവളുടെ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ല. രാത്രിയിൽ ആരും കാണാതെ കാട്ടിലേക്ക് പോയി. ആഗത അവളെ പിന്തുടർന്നു. അപ്പോഴേക്കും ആ ശക്തി അവരെ വലിച്ചുകൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുന്നു. പിന്നീടൊരു പക്ഷി വന്ന് രണ്ടുപേരെയും കൊണ്ടുപോകുന്നു.